എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കെ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഒരു പ്ലോട്ട് മെഷർമെൻ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ടേപ്പ് ഉപയോഗിച്ച് മാത്രം വളരെ കൃത്യതയോടെ ഏത് രീതിയിലാണ് പ്ലോട്ട് മെഷർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് ഒരു പ്ലോട്ടിൽ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങും കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഡയഗണൽസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് വരുന്ന സാഹചര്യത്തിൽ അളവുകളിലൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ വളരെ കൃത്യതയോടെ ഏത് രീതിയിലാണ് അളക്കേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് തന്നെ പറഞ്ഞു തരാം. അതിനുവേണ്ടി ഞാൻ ഒരു വീടിൻ്റെ പ്ലാന് വെറുതെ ഒന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു പ്ലോട്ട് ജസ്റ്റ് വരയ്ക്കുന്നുണ്ട്. കറക്റ്റ് റെക്റ്റാങ്കിൾ ആക്കേണ്ട, ഒരു ഇറഗുലർ ഷേപ്പിൽ നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു പ്ലോട്ട് നമുക്ക് ഇതേ രീതിയിൽ, ഇതിപ്പോൾ സൈറ്റാണെന്ന് വിചാരിക്കാം. നമ്മൾ സൈറ്റിൽ ചെന്ന് നിൽക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, ഒരു പ്ലോട്ടും അതിനകത്തൊരു ബിൽഡിങ്ങും. ഇതുപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കിയെടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് ഇതേ ആംഗിളും കാര്യങ്ങളും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ഈ സൈറ്റിൽ എങ്ങനെയാണോ അതേ രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മുഴുവനായും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഔട്ട്ലൈൻ മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ളതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പ്ലോട്ട് ബൗണ്ടറീൻ്റെ മെഷർമെൻറ്റ്സ് ആദ്യം ഇങ്ങനെ ഔട്ടർ ഡയമെൻഷൻസ് കൃത്യമായിട്ട് എടുത്ത് വയ്ക്കുക. ഇതിങ്ങനെ എടുത്തു വെച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുമല്ലോ. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? ബിൽഡിങ്ങിൻ്റെ ഔട്ടർ ഡയമെൻഷൻ മുഴുവനായും എടുത്തു വയ്ക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡയഗണൽസ് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ബിൽഡിംഗ് അവിടെ ബ്ലോക്കായി കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഈ ഒരു കോർണറിൽ നിന്നും ഇവിടേക്കോ അല്ലെങ്കിൽ നേരെ ഈ എൻഡിലേക്കോ എടുക്കാൻ ബുദ്ധിമുട്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ബിൽഡിങ്ങിൻ്റെ ഔട്ടർ ഡയമെൻഷൻസ് നമ്മൾ എടുത്തു, പ്ലോട്ട് ബൗണ്ടറി അളന്നു. ഇത് കഴിഞ്ഞാൽ ഓരോ വെർട്ടെക്സിലേക്കും, ഇപ്പോൾ നമ്മൾ ഈ പ്ലോട്ട് ബൗണ്ടറി കണ്ടില്ലേ, ഇതിന് ഇത്രയും വെർട്ടെക്സ് ഉണ്ട്. ഈ ബെൻഡ് വരുന്ന ഭാഗത്തൊക്കെ ഓരോ വെർട്ടെക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വെർട്ടെക്സുകളിലേക്കൊക്കെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ 2 പോയിന്റിൽ നിന്നും ഒരു വെർട്ടെക്സിലേക്ക് ഡയമെൻഷൻ എടുത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഈ 2 പോയിന്റിൽ നിന്ന് ഈ ഒരു വെർട്ടെക്സിലേക്ക്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇതൊക്കെ ഈ ഒരു പോയിന്റിൽ നിന്നും വേണമെങ്കിൽ എടുക്കാം. എവിടെ നിന്നാണോ തടസ്സം കൂടാതെ അളക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് ചെയ്യട്ടോ. ഇങ്ങനെ വരച്ച് വെക്കുമ്പോൾ എന്തിനാ ഇത്ര അധികം ഡയമെൻഷൻ എടുക്കുന്നതെന്ന് തോന്നും. പക്ഷേ വളരെ കൃത്യമായ മെഷർമെൻറ്റ് നമുക്ക് ലഭിക്കും കേട്ടോ ഇങ്ങനെ ചെയ്താൽ. ഒരു ടോട്ടൽ സ്റ്റേഷൻ്റെ ആവശ്യമില്ല ഇത്തരത്തിലൊരു പ്ലോട്ട് അളക്കാൻ. അത് വലിയ പ്ലോട്ടാണെങ്കിലും ഇതിലും കൂടുതൽ വിസ്തൃതിയുള്ള പ്ലോട്ടാണെങ്കിലും നമുക്ക് വളരെ കൃത്യതയോടെ അളന്ന് വരയ്ക്കാൻ കഴിയും.
ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ സൈറ്റിൽ നിന്ന് അളന്ന പേപ്പറാണെന്ന് വിചാരിക്കുക. ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് കൃത്യമായി വരയ്ക്കാൻ നോക്കാം. നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സ്കെച്ച് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ സൂം ചെയ്യുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളേ വരുള്ളൂ. കാരണം ഇതിലൊക്കെ ഡെസിമൽസ് കയറി കിടക്കുന്നുണ്ടായിരിക്കും. ഈ മെഷർമെൻറ്റിലൊക്കെ നമ്മൾ ടേപ്പ് വഴി അളക്കുമ്പോൾ അങ്ങനെ ഡെസിമൽസ് ഒന്നും കറക്റ്റായിട്ട് എടുക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് വരച്ച് കാണിച്ചു തരാം. ആദ്യം ഞാൻ ബിൽഡിങ്ങിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് വരയ്ക്കുന്നുണ്ട്. 1.6, 1.8, 3.5, 0.62, 1.6, 0.88, 2.4, 2.9, 1.5, 2.9, 5.4, 4.4, 0.7, 4, 16.7. അത് സി എൻ്റർ അടിച്ച് ക്ലോസ് ചെയ്താൽ മതി. ഇത് വരച്ചത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വരച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന രീതിയിൽ ഓരോ വെർട്ടെക്സിലേക്കും സർക്കിൾ ഇടണം. 1068ഉം 1494. 1068 നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ നിന്നാണ്. 10.68. 14.94 ഇവിടെ നിന്നാണ്. 14.94. ഓക്കെ, ആ ലൈന് നമ്മളൊന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട്. അടുത്തത് 6.99ഉം 5.03. 6.99, 5.03. ഓക്കെ, അടുത്തത് 14.26, 10.54. 14.26, 10.54. ഓക്കെ, അടുത്തത് 10.35ഉം 8.84. 10.35, 8.84. അടുത്തത് 9.76, 12.7. അടുത്തത് 18.18, 14.97. 18.18, 14.97. അടുത്തത് 7.91, 12.15. 7.91, 12.15. ഓക്കെ, ഇത്രയും വരച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഞാനിതൊന്ന് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട്. കണ്ടോ, ഒറ്റ നോട്ടത്തിൽ ഒരു പ്രശ്നവുമില്ല. വളരെ അധികം സൂം ചെയ്യുമ്പോൾ ഇവിടേക്ക് ചെറിയ രീതിയിൽ മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ. അതൊരു സെൻറ്റിമീറ്ററിൽ താഴെയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫ്സെറ്റൊക്കെ കണ്ടോ, 1 സെൻറ്റിമീറ്ററിൽ താഴെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ,
അപ്പോൾ ഒരു ടോട്ടൽ സ്റ്റേഷൻ്റെ പോലും ആവശ്യമില്ലാതെ വളരെ കൃത്യതയോടെ നമുക്ക് ഇത്തരത്തിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം, പ്ലോട്ട് ഏരിയ വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ 50 മീറ്ററിൻ്റെ ഒക്കെ ടേപ്പ് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് പ്ലോട്ട് ഏരിയ വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ബിൽഡിങ്ങിൻ്റെ ലൈനും പ്ലോട്ട് വളരെ വലുതുമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ 2 പാർട്ടായിട്ട് കണ്ട് എടുക്കാൻ പറ്റും. 2ഓ 3ഓ പാർട്ടാക്കി കണ്ട് ഓരോ പാർട്ടിന് മാത്രം അളന്നു പോകുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ മെഷർ ചെയ്ത് പോവാം. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മെഷർമെൻറ്റ് നോക്കി അതിൽ നിന്ന് ഡയഗണൽ പിടിക്കുന്ന രീതിയിൽ പോവാം. ഇനി ഇതിനകത്തും വേറെ ബിൽഡിംഗ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇതുപോലെ ക്രോസ് ഡയമെൻഷൻസ് എടുത്ത് വളരെ കൃത്യമായി വരയ്ക്കാൻ പറ്റും. പ്ലോട്ട് ഏരിയ കൂടുന്നതിനനുസരിച്ച് കുറച്ച് സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രം. അപ്പോൾ ഇത് ഒരുപാട് പേര് അളന്ന് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, സൈറ്റും ആധാരം തമ്മിൽ മാച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ സൈറ്റിലുള്ള മെഷർമെൻറ്റ് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്നില്ല, ടോട്ടൽ സ്റ്റേഷൻ ഇല്ലാതെ കൃത്യമായി അളക്കാൻ കഴിയുന്നില്ല എന്നൊരു പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് പലർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.